ഒരു യോദ്ധാവ്. അദ്ദേഹം പിന്നെ നീണ്ട യാത്രക്കിറങ്ങാണ്. അപ്പോൾ യാത്രയെക്കുറിച്ച് അയാൾക്ക് വലിയ കാഴ്ചപ്പാടുകളുണ്ട്, പ്ലാനുണ്ട്. കാരണം പോകുന്ന വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല, ദുഷ്കരമാണ്. പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലൊക്കെ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. അല്ല, അയാൾ നല്ല വാളെടുത്തു, നല്ല ആയുധങ്ങൾ എന്തൊക്കെ കഴിഞ്ഞിടത്തോളൊക്കെ അയാൾ റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ പോകുന്ന വഴികൾ എപ്പോഴും നല്ല വഴികളായിക്കോണമെന്നില്ല. അപ്പം വഴികളൊക്കെ ഒന്ന് വെട്ടി തെളിയിച്ച് പോകേണ്ടി വരും. അപ്പം അതിനു വേണ്ടിയുള്ള കത്തി, അങ്ങനെയുള്ള വെട്ടുകത്തിക്ക് അങ്ങനെ അത് വെട്ടിത്തെളിക്കാൻ പറ്റിയിട്ടുള്ള സംഗതികളൊക്കെ അയാൾ എടുത്തു. പിന്നെ കുറച്ച് ദീർഘിച്ച യാത്ര ആയതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ വിശക്കും. അപ്പോൾ പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ട, പാചകം ചെയ്യാൻ വേണ്ട സംവിധാനം എടുത്തു. അപ്പോൾ അതിനുള്ള ധാന്യങ്ങൾ എടുത്തു. ധാന്യങ്ങൾ എടുക്കുമ്പോൾ പിന്നെ പാചകം ചെയ്യണമല്ലോ. അപ്പോൾ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ഇരുന്ന് പാചകം ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ കഴിയും. അപ്പം എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തു. ടെൻ്റ്, പിന്നെ അതിൻ്റെ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, ചിലപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ പുതക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പിളി, ഇതൊക്കെ എടുത്തു. എല്ലാം റെഡിയാക്കി അയാൾ ഇങ്ങനെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാത്രാ മധ്യേ അയാളെ മനസ്സിലുണ്ടായിരുന്നു പല ദുഷ്കരമായ വഴിയായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് വലിയൊരു നദി കാണുന്നത്. ആ നദിക്ക് കുറുകെ ഒരു നൂൽപ്പാലം കാണുന്നുണ്ട്. അത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പിന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ചോദിച്ചാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പിന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചത്. ഏതായിരുന്നാലും അദ്ദേഹം ആ നൂൽപ്പാലത്തിലൂടെ പിന്നെ ഈ സാമഗ്രികളൊക്കെ വെച്ച് അയാൾ നൂൽപ്പാലത്തിലൂടെ അങ്ങനെ നടന്ന് നിർഭാഗ്യവശാൽ നൂൽപ്പാലത്തിൻ്റെ പകുതി എത്തി കാൽ തെന്നി അയാൾ താഴെ വീണു, നദിയിലേക്ക് വീണ് അയാൾ നദിയിൽ മുങ്ങി മരിച്ചു. കാരണം നദിയിൽ രക്ഷപ്പെടാനുള്ള ലൈഫ് ജാക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ജീവനെ രക്ഷിക്കാൻ വേണ്ട ഈ പറഞ്ഞ വേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നത്. ഇതാണ് കഥ. ഇനി നിങ്ങൾക്ക് പറയാം, ശ്രോതാക്കൾക്കും പറയാം. എല്ലായിടത്തും. പക്ഷേ ഏറ്റവും ആദ്യം എടുക്കേണ്ട സാധനം നമ്മുടെ ലൈഫ് സേവ് ചെയ്യേണ്ട സാധനമായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അല്ലേ? ഇതന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യന് സംഭവിക്കാറുള്ളത്. അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളില്ലാതെ, അടിസ്ഥാനപരമായി അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളില്ലാതെ മറ്റു പലതിലേക്കും ശ്രദ്ധ കൊടുക്കും. അവിടെ ആശങ്കകൾ ഉണ്ടാവും. ആ ആശങ്കകൾക്ക് വേണ്ടിയിട്ട് പലതും ഒരുക്കി വെക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇല്ല.